ഒരുപാട് സ്നേഹത്തോടെ മിനീസ് കിച്ചണിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാൽപുട്ടാണ്. നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി രുചിച്ചു നോക്കിയിട്ടില്ലാത്ത റെസിപ്പിയാണ് ഇതെന്ന് കരുതുന്നു. ബ്രേക്ക്ഫാസ്റ്റിന് വ്യത്യസ്തമായ വിഭവങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് ഇത് തീർച്ചയായും ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് കറിയൊന്നുമില്ലാതെ തന്നെ കഴിക്കാൻ വളരെ സ്വാദിഷ്ടമാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യണേ. എന്നാലേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ തുടർ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കുടനെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള ഈ റെസിപ്പി ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതിനാവശ്യമായ സാധനങ്ങൾ: ഒരു തേങ്ങ ചിരവിയത്, ഒരു ക്യാരറ്റ് തോൽ കളഞ്ഞ് ചീവിയെടുത്തത്, പ്രധാന ഇൻഗ്രീഡിയൻ്റായ പുട്ടുപൊടി എന്നിവയാണ്. പാൽപുട്ട് ആയതുകൊണ്ട് ആദ്യം നമുക്ക് തേങ്ങാപ്പാൽ എടുത്തു വയ്ക്കാം. ഇതിന് ഒരു മിക്സി ജാറിൽ അരമുറി തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കുക. അര കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ച് തേങ്ങ അടിച്ചെടുക്കുക. ഇനി ഇത് അരിച്ചെടുക്കാം. കുറുകിയ ഒന്നാം പാൽ റെഡി. നമുക്ക് ഒന്നാം പാൽ മാത്രം മതി പാൽപുട്ട് ഉണ്ടാക്കുവാൻ. അരമുറി തേങ്ങയിൽ നിന്നും ഒരു കപ്പ് തേങ്ങാപ്പാൽ ലഭിക്കും. അടുത്തതായി നമുക്ക് ഒരു ബൗളിൽ ഒരു കപ്പ് പുട്ടുപൊടി ഇട്ട് കൊടുക്കുക. ഏത് ബ്രാൻഡ് പുട്ടുപൊടി വേണമെങ്കിലും എടുക്കാം. വീട്ടിൽ പൊടിച്ച പുട്ടുപൊടിയാണെങ്കിൽ വളരെ നല്ലതാണ്. നമ്മൾ എടുത്തു വെച്ച തേങ്ങാപ്പാലിൽ നിന്നും ഒരു കപ്പ് തേങ്ങാപ്പാൽ എടുക്കുക. ലേശം ഒഴിച്ച് പുട്ടുമാവ് തരിപ്പിടിപ്പിക്കുക. നമ്മൾ ഉപ്പ് ചേർക്കാൻ മറന്നുപോയി. അര സ്പൂൺ ഉപ്പ് കൂടി ചേർക്കുക. മാവ് തയ്യാറാക്കുന്നതിന് തരിപ്പിടിക്കുക എന്നാണ് ഇവിടെ പറയാറുള്ളത്. 1/4 കപ്പ് തേങ്ങാപ്പാൽ കുറേശ്ശെ ഒഴിച്ച് കട്ടയില്ലാതെ യോജിപ്പിക്കുക. 1/4 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ച് തരിപ്പിടിപ്പിക്കുമ്പോൾ മാവ് ലേശം നനഞ്ഞ പോലെ ഉണ്ടാകും. അരമണിക്കൂറിന് ശേഷം നോക്കിയാൽ പാലെല്ലാം കുതിർന്ന് കറക്റ്റ് പാകമായി കിട്ടും. പുട്ടുപൊടിക്കനുസരിച്ച് 1/4 തൊട്ട് 1 കപ്പ് തേങ്ങാപ്പാൽ വരെ പുട്ട് നനയ്ക്കാൻ വേണ്ടിവരും. ഇവിടെ 1/4 കപ്പ് തേങ്ങാപ്പാൽ ബാക്കി വന്നിട്ടുണ്ട്. ഇനി ഇത് അരമണിക്കൂർ മാറ്റി വയ്ക്കുക. ഇനി നമ്മൾക്ക് ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കാം. പാൻ ചൂടായി വരുമ്പോൾ 1 സ്പൂൺ നെയ്യ് ചേർക്കുക. അതിനുശേഷം നമ്മൾ ചീകി വെച്ച ക്യാരറ്റ് ഇട്ട് കൊടുത്ത് നെയ്യിൽ വഴറ്റുക. ക്യാരറ്റിൻ്റെ ക്രിസ്പിനെസ് പോകരുത്. അതുകൊണ്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം 1/4 കപ്പ് തേങ്ങ കൂടി ചേർത്ത് വഴറ്റുക. 2 മിനിറ്റ് വഴറ്റിയാൽ മതി. ഇനി ഇത് നമ്മൾ തയ്യാറാക്കി വെച്ച പുട്ടുപൊടിയിലേക്ക് ചേർത്ത് യോജിപ്പിക്കുക. ഇനി ബിഗിനേഴ്സിനുള്ള ടിപ്സാണ്. തേങ്ങാപ്പാൽ കുറേശ്ശെ തളിച്ചു വേണം പുട്ടുപൊടി നനയ്ക്കുവാൻ. പുട്ടുപൊടി ലേശം തരിയുള്ളതായിരിക്കും. അപ്പത്തിൻ്റെയോ ഇടിയപ്പത്തിൻ്റെയോ മാവിൽ ഇത് തയ്യാറാക്കരുത്. അത് നൈസ് മാവായിരിക്കും. പുട്ടുപൊടി കറക്റ്റ് നനച്ചു കൊടുത്തോ എന്നറിയാൻ തേങ്ങാപ്പാൽ ഒഴിച്ച് നനച്ചതിന് ശേഷം കയ്യിൽ ഉരുള പിടിച്ചാൽ ഷേപ്പിൽ കിട്ടുകയും കുടഞ്ഞാൽ പുട്ടുപൊടി പോലെ ആവുകയും ചെയ്യും. അതാണ് കറക്റ്റ് പാകം. അതിനുശേഷം നമ്മൾക്ക് പുട്ടുകുറ്റിയിലേക്ക് പുട്ട് നിറയ്ക്കാം. അടുത്തതായി 2 സ്പൂൺ തേങ്ങയിട്ട് കൊടുക്കുക. അതിനുശേഷം 3-4 സ്പൂൺ നമ്മൾ തയ്യാറാക്കിയ പുട്ടുപൊടി ഇട്ട് കൊടുക്കുക. വീണ്ടും തേങ്ങ 2 സ്പൂൺ ഇടുക. വീണ്ടും 3 സ്പൂൺ പുട്ടുപൊടി, വീണ്ടും തേങ്ങ, വീണ്ടും പുട്ടുപൊടി, അവസാനം മുകളിൽ തേങ്ങ എന്നിവ ഇട്ട് കൊടുത്തതിന് ശേഷം സ്റ്റീം ചെയ്യാം. പുട്ടിൻ്റെ മുകളിലും താഴെയും തേങ്ങ വരുന്ന രീതിയിലാണ് പുട്ട് തയ്യാറാക്കേണ്ടത്. എല്ലാവർക്കും അറിയാമെങ്കിലും ഇത് ബിഗിനേഴ്സിന് വേണ്ടിയാണ് പറയുന്നത്. പുട്ടുകുറ്റിയുടെ ഉൾഭാഗത്ത് ലേശം നെയ്യ് പുരട്ടി കൊടുക്കുന്നത് നല്ലതാണ്. നെയ്യോ എണ്ണയോ തടവിയാൽ പുട്ട് ആവി കയറ്റിയ ശേഷം ഒട്ടും പൊടിയാതെ ഈസിയായി ഡീമോൾഡ് ചെയ്യാൻ കഴിയും. 1 കപ്പ് അരിപ്പൊടിയിൽ നിന്നും നമ്മൾക്ക് ഇതുപോലെയുള്ള 2 പുട്ടുകുറ്റിയിൽ നിറയ്ക്കാനുള്ള മാവാണ് കിട്ടിയത്. ഇനി ഇത് കുക്കറിൽ 1/4 ഭാഗം വെള്ളം വെച്ച് തിളച്ച് ആവി വരുമ്പോൾ പുട്ടുകുറ്റി നടുക്കുള്ള നോബിൽ വയ്ക്കുക. ഇനി നിങ്ങളുടെ കയ്യിൽ പുട്ടുകുടമുണ്ടെങ്കിൽ അതിൽ വയ്ക്കുക. 3 തൊട്ട് 5 മിനിറ്റിനുള്ളിൽ മുകളിൽ കൂടി നല്ലപോലെ ആവി വരും. അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക. അങ്ങനെ വളരെ പെട്ടെന്ന് തയ്യാറായിട്ടുള്ള ഈ പുട്ട് ഒരു പ്ലേറ്റിലേക്ക് കുത്തിയെടുക്കുക. ക്യാരറ്റ് വഴറ്റിയത് പുട്ടുപൊടിയിലേക്ക് ഡയറക്റ്റ് യോജിപ്പിക്കാതെ അതിൽ കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് തേങ്ങയ്ക്ക് പകരം ഈ കൂട്ട് വെച്ചും പുട്ട് തയ്യാറാക്കാം. നിങ്ങളുടെ മനോധർമ്മത്തിനനുസരിച്ച് മാറ്റം വരുത്താം.
തേങ്ങാപ്പാലിൻ്റെ രുചിയിലുള്ള ഈ പുട്ട് വളരെ സ്വാദിഷ്ടമാണ്. കാണാൻ തന്നെ മനോഹരമായ ഈ സോഫ്റ്റ് പാൽപുട്ട് നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുമല്ലോ. ഈ സോഫ്റ്റ് പുട്ടിന് കറിയൊന്നും തന്നെ ആവശ്യമില്ല. പഞ്ചസാരയോ ശർക്കര പൊടിച്ചതോ ചേർത്ത് കഴിക്കാവുന്നതാണ്. പഴം കൂടി ഉണ്ടെങ്കിൽ കുശാലായി. നല്ല ഹെൽത്തി മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും ഒട്ടും മടിക്കേണ്ട. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീണ്ടും മറ്റൊരു കിടിലൻ വിഭവവുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.